വായന അത് പകർന്നു നൽകേണ്ടതാണ് എന്ന തിരിച്ചറിവോടെ ഒരു 7ാം ക്ലാസ്സുകാരി മാതൃഭൂമി ബുക്സിലേക്ക് എത്തിയിരുന്നു. നിറയെ പുസ്തകങ്ങൾ വാങ്ങി അവരുടെ സ്കൂൾ ലൈബ്രറിയിലേക്ക് സമ്മാനിക്കുകയും ചെയ്തു. ക്ലബ് എഫ്എമ്മിന്റെ പാഠം 1 സ്കൂൾ ലൈബ്രറി എന്ന പദ്ധതിയുടെ ഭാഗമാവുകയായിരുന്നു മിന്ന രഞ്ജിത്ത് എന്ന വിദ്യാർത്ഥിനി. സ്വയം പുസ്തകങ്ങൾ വാങ്ങി വിവിധ സ്കൂളുകളിലെ ലൈബ്രറിയിലേക്ക് എത്തിക്കുന്ന പദ്ധതി കൂടിയാണിത്. പുസ്തകങ്ങൾ നോക്കി തിരഞ്ഞെടുക്കണം. വായനയുടെ മധുരം പകർന്നതൊക്കെ പെറുക്കിക്കൂട്ടി. ഈ പുസ്തകക്കൂട്ടം മറ്റൊരാളുടെ വായനയിലേക്ക് എത്തേണ്ടതാണ്. തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി വായന പകരുന്ന പദ്ധതിയുടെ ഭാഗമാകുകയാണ്. ഇപ്പോഴത്തെ കാലത്ത് കുട്ടികൾ ലഹരിയിലോട്ടും മൊബൈലിൻ്റെ ഉപയോഗത്തിലോട്ടും പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിൽ നിന്നൊക്കെ കുട്ടികളെ ഒരു നല്ല ശീലത്തിലേക്ക് എത്തിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. പാഠം 1 ഒരു സ്കൂൾ ലൈബ്രറി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഈ പുസ്തക അന്വേഷണം. ക്ലബ് എഫ്എമ്മിന്റെ പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകുകയാണ് ഈ വിദ്യാർത്ഥിനി. എനിക്ക് വായനയിലൂടെ കിട്ടിയ ആ ഒരു അറിവിനെ ഞാൻ പ്രസംഗ മത്സരത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അവിടെ എനിക്ക് ക്യാഷ് പ്രൈസ് ആയിട്ടൊക്കെ കിട്ടിയ ആ ഒരു പൈസയാണ് ഇന്ന് കുട്ടികൾക്ക്, എൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒരു ലൈബ്രറി സെറ്റ് ചെയ്യുന്നതിനായി ഞാൻ 5000 റുപ്പീസാണ് ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വായനയിലൂടെ കിട്ടിയത് ഞാൻ തിരിച്ച് വായനയിലേക്ക് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. വായനയിലൂടെ കിട്ടിയത് വായനയ്ക്ക് തന്നെ നൽകുമ്പോൾ ആശംസകളോടെ നിരവധി പേരുണ്ട്. This young girl who is contributing her own out of her money, the money that she has earned through prizes. That is wonderful. It's not your parents' money, it's her own money. And look at the large-heartedness of this girl. പുസ്തകങ്ങൾ മിന്ന രഞ്ജിത്തിൽ നിന്ന് മാതൃഭൂമി തിരുവനന്തപുരം റീജിയണൽ മാനേജർ ആർ മുരളി ഏറ്റുവാങ്ങി. പദ്ധതിയിലൂടെ സ്കൂൾ ലൈബ്രറികളിലേക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകാനുള്ള അവസരമാണ് തുറന്നു കിട്ടുന്നത്. മൽഗുഡിയിലെ വിശേഷങ്ങളും ഗ്രേറ്റ തുൻബർഗിന്റെ ഭൂമിക്കായുള്ള ചിന്തകളും പലരിലേക്ക് പകരാൻ തയ്യാറെടുക്കുകയാണ്. പുസ്തകങ്ങൾ വിവിധ സ്കൂളുകളിലെ ലൈബ്രറിയുടെ ഭാഗമാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുലെ, മിന്നയ്ക്കറിയാം വായനയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അങ്ങനെയാണ് ക്ലബ് എഫിന്റെ പദ്ധതിയിലേക്ക് എത്തുന്നതും സ്കൂളിലേക്ക് പുസ്തകങ്ങൾ നൽകുന്നതും. ഇതിലും വലിയൊരു സമ്മാനം എങ്ങനെയാണ് ആ സ്കൂളിന് വേണ്ടി ആ കുട്ടിക്ക് നൽകാൻ കഴിയുക? എല്ലാ കാലഘട്ടത്തിലും വാതോരാതെ മറ്റ് ആശങ്കകൾക്ക് വഴിവെക്കാതെ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എല്ലാ തവണയും പറയാറുണ്ട്. പക്ഷേ അത് ജൂൺ മാസത്തിലേക്ക് ആയിപ്പോകും, അല്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് ആയിപ്പോകും എന്നുള്ള വിമർശനങ്ങൾ പലപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ കുറേ നാളുകൂടി ഇപ്പോൾ എന്തായാലും വലിയ പ്രവർത്തനങ്ങൾ, അത് വായനയെ ഒരു അനുസ്യൂത പ്രവർത്തനമായി അതങ്ങനെ കരുതണമെന്ന് പറഞ്ഞുകൊണ്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലമാണിപ്പോൾ ക്ലബ് എഫ് എം തുടങ്ങിയ പാഠം 1 ഒരു സ്കൂൾ ലൈബ്രറി എന്ന് പറയുന്ന രീതിയിൽ. ആ പാഠം 1, ഒന്നാമത്തെ പാഠം വായനയാണ്. ആ വായന സ്കൂളിൽ നിന്ന് തുടങ്ങണം എന്ന ആശയത്തിലേക്ക് വരികയാണ്. പണ്ട് ഈ കുട്ടികൾ കൊണ്ടുകൊടുക്കുന്ന പുസ്തകങ്ങൾ കൈമാറുന്നതിനപ്പുറത്തേക്ക് പുറത്തുള്ള വ്യക്തികൾ വരുന്നു, അവർ വായിച്ച അനുഭവങ്ങളിൽ നിന്ന് പുസ്തകം കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ മിന രഞ്ജിത്തിനെയാണ് കാണുന്നത്. മിന രഞ്ജിത്ത് മാതൃഭൂമിയുടെ അക്ഷരവുമായി ബന്ധപ്പെട്ട് എന്ത് പരിപാടി ഉണ്ടെങ്കിലും സ്വയമേവ അവിടേക്ക് എത്തി എന്താ പറയുക, ആ അക്ഷരം പകർന്നു കിട്ടിയ സന്തോഷം അവിടെ പങ്കെടുക്കാൻ എത്തിയവർക്ക് പകർന്നു നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പ്രകടിപ്പിക്കുന്നു. തീർച്ചയായും അത് നമുക്ക് കാണാനുമുണ്ട്. എന്തായാലും കുട്ടികൾ വായനയുടെ ലോകത്തേക്ക് എത്തുന്നു, ആ അറിവ് മറ്റുള്ളവർക്ക് സമ്മാനിക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. വായനയെ കൈപിടിച്ചുയർത്താൻ ഇവിടെ ക്ലബ് എഫ്എമ്മിന്റെ പാഠം 1 സ്കൂൾ ലൈബ്രറി എന്ന പദ്ധതി കൂടിയുണ്ട്.